സദ്ഗുരുവേ ശരണം. എല്ലാവരും ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? പ്രാക്ടീസ് ഇസ് ദ കീ ടു ഫ്ലുവൻസി. പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമ്മൾ എത്ര പഠിച്ചാലും ഒരു ഉപയോഗവും ഇല്ല കേട്ടോ. അപ്പൊ അതാണ് ആദ്യം ഓർക്കേണ്ടത്. സോ യു പ്രാക്ടീസ് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നല്ല ഷോർട്ട് ഡയലോഗ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇതെല്ലാം നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. ഇപ്പൊ നിങ്ങൾ ടെൻസസ് ഒക്കെ കുറെയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഡയലോഗ്സ് പറയുമ്പോഴാണ് ഈ ടെൻസസ് നമ്മൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇത് 5 എണ്ണവും നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. ഒരു സംശയമില്ല. സോ ആർ യു റെഡി? യെസ്, then let's get started. So welcome to English Guru's brand new episode. I am Ashalata Srijit. കുമാർ നാളെ ഡൽഹിക്ക് പോവുകയാണ്. വിൽ ഗോ എന്ന് പറയുമോ അതോ ഈസ് ഗോയിങ് എന്ന് പറയും? കുമാർ നാളെ ഡൽഹിക്ക് പോവുകയാണ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ പോവുകയാണ് എന്ന അർത്ഥം വരണമെങ്കിൽ we have to say Kumar is going to Delhi tomorrow. കുമാർ will go to Delhi tomorrow എന്നായിരുന്നു എങ്കിൽ ഞാൻ ഇങ്ങനെയായിരിക്കും പറയുക, നാളെ കുമാർ ഡൽഹിക്ക് പോകും. അപ്പൊ വ്യത്യാസം മനസ്സിലായില്ലേ? പോകും എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഡിസിഷൻ ആണ്, നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ പോവുകയാണ് എന്ന് പറയുമ്പോൾ പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി ഇനി അതിലൊരു മാറ്റവും. വെറുതെ ഡിസിഷൻ ലെവലിലല്ല, പോകും എന്തായാലും. അപ്പൊ പോവുകയാണ്, ദാ പോയി കഴിഞ്ഞു എന്ന് നമ്മൾ പറയില്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഏത് അർത്ഥമാണോ ഉദ്ദേശിക്കുന്നത് ആ അർത്ഥത്തിലാണ് നമ്മൾ ഗ്രാമർ യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത സെന്റൻസ്, നാളെ രാവിലെ അതിരാവിലെ അവൻ ഇവിടെ നിന്ന് തിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ തിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡിസിഷനാണ്. ചിലപ്പോൾ ഉച്ചയാകാം, ചിലപ്പോൾ കുറച്ചുകൂടെ വൈകി പോകാം, അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ആകാം. എന്തായാലും ഡിസിഷൻ എടുത്തിരിക്കുകയാണ് എന്നേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ എന്ന് പറയാം. അപ്പോൾ ടുമോറോ ഹി വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ ഏർലി ഇൻ ദ മോർണിംഗ്. അവൻ അവിടെ ഡൽഹിയിൽ എത്തുമ്പോൾ അവിടെ ആര് നിൽക്കുന്നുണ്ടാവും? എയർപോർട്ടിൽ അവന്റെ ബ്രദർ കാത്തു നിൽക്കുന്നുണ്ടാവും. അവിടെ നമുക്ക് ഭാവി പറയാൻ നമുക്ക് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കേണ്ടി വരും. വെൻ ഹി റീച്ചസ് ഡൽഹി. അപ്പൊ ഇവിടെ റീച്ചസ് എന്ന് പറഞ്ഞ പ്രസന്റ് ടെൻസ് അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ ഫ്യൂച്ചറിൽ എന്നൊന്നും നമ്മൾ ആലോചിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. എത്തുമ്പോൾ എന്ന് പറയണമെങ്കിൽ നമ്മൾ എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയാം. വെൻ ഹി റീച്ചസ് ഡൽഹി, അവിടെ ആരുണ്ടാവും? അപ്പൊ അവൻ എത്തുമ്പോഴേക്കും അവിടെ ഓൾറെഡി എയർപോർട്ടിൽ വന്ന് കുമാറിന്റെ ബ്രദർ അവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ ആക്ഷൻ ഓൾറെഡി ഇൻ പ്രോസസ് അല്ലേ? അതാണ്, അങ്ങനെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വരുമെന്നല്ല പറഞ്ഞത്, ബ്രദർ വരും എന്നല്ല പറഞ്ഞത്. ബ്രദർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാകും. മനസ്സിലായോ? അപ്പൊ എന്താ പറയാന്നറിയോ? വെൻ ഹി റീച്ചസ് ഡൽഹി ഹിസ് ബ്രദർ വിൽ ബി വെയിറ്റിംഗ് ദർ. അപ്പൊ അവിടെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ പറഞ്ഞു. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓൾറെഡി അവിടെ എത്തിയിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും എന്ന അർത്ഥത്തിലാണ് അവിടെ നമ്മൾ വിൽ ബി വെയിറ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യുമെന്നാണ് നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഹിസ് ബ്രദർ വിൽ വെയിറ്റ് അറ്റ് ദി എയർപോർട്ട് എന്ന് പറയാം. അതിലൊരു തെറ്റുമില്ല. ബട്ട് നമ്മുടെ ഉദ്ദേശമാണ് അവിടെ തീരുമാനിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ? ഇത്രയും സെന്റൻസ് നമുക്ക് ഒരുമിച്ച് അങ്ങ് ഒറ്റയടിക്ക് കാച്ചാം. കുമാർ ഈസ് ഗോയിങ് ടു ഡൽഹി ടുമോറോ. പറയൂ. Kumar is going to Delhi tomorrow. He will start from here early in the morning. He will start from here early in the morning. When he reaches Delhi, his brother will be waiting at the airport. His brother will be waiting at the airport. Okay? അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് നടക്കണം. അടുക്കളയിൽ നിൽക്കുമ്പോഴും കുളിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഈ ഡയലോഗ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ പറഞ്ഞ് ഇത് നമ്മുടെ നാവിൻ്റെ തുമ്പത്ത് ഇങ്ങനെ തത്തി കളിക്കണം. ഓക്കെ, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ എളുപ്പമാവുന്നത്. നിന്ന് ക്ഷീണിച്ചു, അതുകൊണ്ട് ഇനി ഇരുന്ന് പഠിക്കാം. 2 ദിവസം മുമ്പ് രാജ് എന്നോട് പറഞ്ഞു അവൻ ഒരു പടം വരച്ചു കൊടുക്കണമെന്ന്. 2 ദിവസം മുമ്പ്, 2 days ago. അപ്പൊ സമയം വെച്ച് നമ്മൾ പാസ്റ്റ് ടെൻസ് പറയുകയാണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണല്ലോ അല്ലേ? പാസ്റ്റ് ടെൻസസിന്റെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ നിങ്ങൾ. ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം. 2 days ago രാജ്
ആസ്ക്ഡ് മീ, എന്നോട് ചോദിച്ചു. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ആസ്ക്ഡ് മീ ടു ഡ്രോ എ പിക്ചർ ഫോർ ഹിം. ടു ഡ്രോ, വരയ്ക്കാൻ. ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിന്റെ റൂട്ട് ഫോം ആണ് ടു ഡ്രോ. ടു ഗോ, ടു കം. അപ്പൊ എപ്പോഴും അത് ഓർത്തോളണം. ഇനി ഏത് ടെൻസ് ആയാലും കൊള്ളാം, പ്രസന്റ് ടെൻസ് ആയാലും പാസ്റ്റ് ടെൻസ് ആയാലും ഫ്യൂച്ചർ ടെൻസ് ആയാലും, ടു കഴിഞ്ഞാൽ അവിടുത്തെ വേർബ് എപ്പോഴും റൂട്ട് ആയിരിക്കും. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ വേർബ് ആയിരിക്കും നമ്മൾ ടു കഴിഞ്ഞ് യൂസ് ചെയ്യുന്നത്. ഞാൻ അതിപ്പോ വരയ്ക്കുകയാണ്. ഇപ്പോ ഞാൻ വരയ്ക്കുകയാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഐ എം ഡ്രോയിങ് ഇറ്റ് നൗ. നാളെ അവൻ വരുമ്പോഴേക്കും ഞാൻ അത് എന്തായാലും വരച്ച് കഴിഞ്ഞിരിക്കും. ബൈ ദ ടൈം ഹി കംസ് ടുമോറോ. ഇവിടെ കംസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഫ്യൂച്ചർ പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുകയാണ് കേട്ടോ. അപ്പൊ നാളെ അവൻ വരുമ്പോഴേക്കും, അതൊരു കണ്ടീഷൻ അല്ലേ, വരുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ അതൊരു കണ്ടീഷനാണ്. നമ്മൾ പറയാണ് ഇന്നത് സംഭവിച്ചാൽ അത് ഇന്നത് ഞാൻ ചെയ്ത് കഴിഞ്ഞിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു ഫ്യൂച്ചറാണ്. ബൈ ദ ടൈം ഹി കംസ് ടുമോറോ എന്ന് പറഞ്ഞാൽ അവിടെ തീരില്ല, ഇനി ബാക്കിയുണ്ട്. എന്താണ്? ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. അതായത് അത്ര ഉറപ്പിച്ച് പറയണം. അപ്പൊ അത്ര ഉറപ്പ് കൂടുമ്പോൾ നമ്മൾ എന്താ പറയുന്നറിയോ? ഐ ഷാൽ ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. അപ്പൊ ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് ഇറ്റ് എന്ന് പറയാം. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിച്ച് പറയാൻ ഐ ഷാൽ ഹാവ് ഫിനിഷ്ഡ് ഇറ്റ് എന്ന് പറയാം. അപ്പൊ ഒന്നുകൂടെ പറയാം നമുക്ക് ആദ്യം മുതൽ. 2 days ago, പറഞ്ഞോളൂ. 2 days ago, Raj asked me to draw a picture for him. To draw a picture for him. I am drawing it now. By the time he comes tomorrow, I shall have finished it. ഇനി അടുത്ത ഡയലോഗ്. സുരേഷ് ഇന്നലെ ഇവിടെ എത്തി. സുരേഷ് ഇന്നലെയാണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ടൈം വെച്ചുകൊണ്ട് പാസ്റ്റ് ടെൻസ് പറഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോ എത്തി എന്ന് പറയാൻ റീച്ച്. അപ്പൊ അതിന്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് റീച്ച്ഡ്. സുരേഷ് റീച്ച്ഡ് ഹിയർ യെസ്റ്റർഡേ. നാളെ അവൻ ബോംബെക്ക് പോവുകയാണ്. ഹി ഈസ് ലീവിംഗ് ഫോർ ബോംബെ ടുമോറോ. അപ്പൊ ഞാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസിൽ പറയാം. അപ്പം ഈസ് ഗോയിങ് ടു ബോംബെ എന്നും പറയാം, ഈസ് ലീവിംഗ് ഫോർ ബോംബെ എന്നും പറയാം. രണ്ട് രീതിയിലും പറയാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈസ് ഗോയിങ് ആയിരുന്നെങ്കിൽ ഹി ഈസ് ഗോയിങ് ടു ബോംബെ ടുമോറോ, ടു ബോംബെ എന്ന് പറയണം. ലീവിംഗ് ആണെങ്കിൽ ഹി ഈസ് ലീവിംഗ് ഫോർ ബോംബെ എന്ന് പറയണം. അത്ര മാത്രമേ. ബോംബെയിൽ സ്റ്റേ ചെയ്യുമ്പോൾ അവന്റെ ബ്രദറിനെ കാണും. അവിടെ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന അവന്റെ ബ്രദറിനെ കാണും. അല്ലെ, കുറച്ചിങ്ങനെ വളഞ്ഞു തിരിഞ്ഞു വരുവാണ്. ഡ്യൂറിങ് ഹിസ് സ്റ്റേ ഇൻ ബോംബെ. ബോംബെയിൽ അവന്റെ താമസ സമയത്ത്, താമസിക്കുന്ന ആ ദിവസങ്ങളിൽ, ഡ്യൂറിങ് ഹിസ് സ്റ്റേ ഇൻ ബോംബെ കാണും. കാണും എന്ന് പറയുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഹി വിൽ മീറ്റ് ഹിസ് ബ്രദർ. ഹി വിൽ മീറ്റ്, സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞാൽ മതി. കാണും. എവിടെ ജോലി ചെയ്യുന്ന ബ്രദർ? ഹു വർക്ക്സ് ഇൻ എ ഫാക്ടറി. ആ ബ്രദർ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഹി വിൽ മീറ്റ് ഹിസ് ബ്രദർ വർക്ക്സ് ഇൻ എ ഫാക്ടറി. ഇങ്ങനെ രണ്ട് സെന്റൻസ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കും. ഈ രണ്ട് സെന്റൻസും കൂടെ ഒരുമിച്ചാക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഹിസിനെ നമ്മൾ അങ്ങ് മാറ്റിയിട്ട് ഹു എന്ന റിലേറ്റീവ് പ്രോനൗണിനെ നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവന്ന് അങ്ങ് ഇരുത്തി. റിലേറ്റീവ് പ്രോനൗൺസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ വളരെ മുമ്പ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് വേറൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് മാത്രം പഠിക്കാം. ആദ്യം മുതൽ പറയാം. സുരേഷ് റീച്ച്ഡ് ഹിയർ യെസ്റ്റർഡേ. Suresh reached here yesterday. He is leaving for Bombay tomorrow. During his stay in Bombay, he will meet his brother who works in a factory. നാലാമത്തെ ഡയലോഗായി. ബെറ്റി ഈ വർഷത്തെ സമ്മർ വെക്കേഷൻ ഡൽഹിയിൽ ചിലവിടുകയാണ്. This year, Betty is spending her summer vacation in Delhi. Present continuous. ചിലവിടുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ചിലവിടും എന്നായിരുന്നെങ്കിൽ will spend എന്ന് പറയും. അത് നിങ്ങളുടെ ഇഷ്ടം. അടുത്ത തിങ്കളാഴ്ച ഡൽഹിയിലേക്ക് പോവുകയാണ്. ആരുടെ കൂടെയെന്ന് അറിയാമോ? ബെറ്റിയുടെ അങ്കിളിന്റെ കൂടെ. ആ അങ്കിൾ ഇന്നലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒറ്റയടിക്ക് പറയണം. She is leaving for Delhi next Monday.
ആരുടെ കൂടെ? വിത്ത് ഹർ അങ്കിൾ. ആ അങ്കിളിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് എന്താണ്? ഇന്നലെ ഇവിടെ എത്തിയ അങ്കിൾ എന്ന് പറയണം. അപ്പോൾ വിത്ത് ഹർ അങ്കിൾ റിലേറ്റീവ് പ്രോനൗണിനെ കൊണ്ടുവരണം നമ്മൾ. ഹിസ് അങ്കിൾ റീച്ച് ഹിയർ യെസ്റ്റർഡേ എന്നാണ് ആ മൂന്നാമത്തെ സെന്റൻസ്. അതങ്ങ് മാറ്റിയിട്ട് ഇങ്ങനെ പറയാം, വിത്ത് ഹർ അങ്കിൾ ഹു റീച്ച് ഹിയർ യെസ്റ്റർഡേ, അല്ലെങ്കിൽ ഹു അറൈവ്ഡ് ഹിയർ യെസ്റ്റർഡേ. ബെറ്റി പോകാനൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ബെറ്റി ഈസ് റെഡി ടു സ്റ്റാർട്ട്. ഈസ് റെഡി ടു സ്റ്റാർട്ട്. എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. ആൻഡ് ഹാസ് പാക്ഡ് എവ്രിതിങ്. ഇപ്പൊ പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞതേ ഉള്ളൂ, എല്ലാം സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഹാസ് പാക്ഡ് എന്ന് പറഞ്ഞത്. പ്രസന്റ് പെർഫെക്റ്റ്. വെറുതെ പാക്ഡ് എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അങ്ങനെ ആണെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ വരും, പാക്ഡ് എവ്രിതിങ് ടുഡേ മോർണിംഗ്. ഒന്നുകിൽ ഇന്ന് രാവിലെ എന്നെങ്കിലും നമ്മൾ അവിടെ ചേർക്കും, അല്ലെങ്കിൽ ഇന്നലെ. പക്ഷെ ഇപ്പൊ ടൈം ഒന്നും പറയാതെ അവളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു റെഡി ആയി എന്ന് പറയുമ്പോൾ അവിടെ ടൈം വരുന്നില്ല, എന്നാൽ പാക്കിംഗ് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് പ്രസന്റിൽ ആ ജോലി തീർത്തു, പെർഫെക്റ്റ് ആയിട്ട് ആ ജോലി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഷി ഹാസ് പാക്ഡ് എവ്രിതിങ്. ഈ ഡൽഹിയിൽ നിന്ന് ജൂണിൽ തിരിച്ചു വരും. അപ്പൊ ഞാൻ വരും എന്നാണ് പറഞ്ഞത്. ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. ഇനി ജൂൺ ആവാൻ കുറെ ദിവസം കിടക്കുന്നു അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഷി വിൽ റിട്ടേൺ ഫ്രം ഡൽഹി ഇൻ ജൂൺ. വിൽ റിട്ടേൺ, സിമ്പിൾ ഫ്യൂച്ചർ. മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടെ പറഞ്ഞാലോ ആദ്യം മുതൽ. ദിസ് ഇയർ ബെറ്റി ഇസ് സ്പെൻഡിങ് her summer vacation in Delhi. This year, Betty is spending her summer vacation in Delhi. She is leaving for Delhi next Monday. She is leaving for Delhi next Monday with her uncle who arrived here yesterday. Betty is ready to start. And has packed everything. She will return from Delhi in June. ഇനി ഫിഫ്ത്ത് ഡയലോഗ്. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. ആണ് എന്ന് ഇംഗ്ലീഷിൽ പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഈസ്. ടുമോറോ ഈസ് മൈ ബർത്ത്ഡേ. ഈസ് എന്ന് പറഞ്ഞാൽ ആണ് എന്നാണ്. ടുമോറോ ഈസ് മൈ ബർത്ത്ഡേ. എൻ്റെ അച്ഛൻ എനിക്കൊരു സമ്മാനം തരാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടോ. എപ്പോൾ ചെയ്തു ഒന്നും പറയുന്നില്ല, ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? പ്രോമിസ്ഡ് എന്ന് പറയോ അതോ ഹാസ് പ്രോമിസ്ഡ് എന്ന് പറയോ? സമയം പറയുന്നില്ല, ജസ്റ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ടൈം ഇല്ലാതെയാണ് പറയുന്നത്. അപ്പോ ഹാസ് പ്രോമിസ്ഡ്. കറക്റ്റ്. മൈ ഫാദർ ഹാസ് പ്രോമിസ്ഡ് ടു ഗിവ് മീ എ പ്രസന്റ്. നാളെ എൻ്റെ ബ്രദർ അതിരാവിലെ വരും, എത്തും. മൈ ബ്രദർ വിൽ അറൈവ് ഏർലി ഇൻ ദ മോർണിംഗ്. എത്തുകയാണ് എന്നല്ല പറഞ്ഞത്, എത്തും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ. മൈ ബ്രദർ വിൽ അറൈവ് ഏർലി ഇൻ ദ മോർണിംഗ്. ഞാൻ കുറച്ച് ഫ്രണ്ട്സിനെ ഊണ് കഴിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്, ലഞ്ചിന് ക്ഷണിച്ചിട്ടുണ്ട്. എഗെയിൻ ക്ഷണിച്ചിട്ടുണ്ട്, ക്ഷണിച്ചു എന്നല്ല, ക്ഷണിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഇൻവൈറ്റഡ് എ ഫ്യൂ ഫ്രണ്ട്സ് ടു ലഞ്ച്. ലഞ്ച് കഴിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഇൻവൈറ്റഡ്. ഐ ഇൻവൈറ്റഡ് എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഐ ഇൻവൈറ്റഡ് മൈ ഫ്രണ്ട്സ് യെസ്റ്റർഡേ എന്ന് പറയണം. അപ്പോൾ ടൈമില്ല, ക്ഷണിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ്. ഐ ഹാവ് ഇൻവൈറ്റഡ് എ ഫ്യൂ ഫ്രണ്ട്സ് ടു ലഞ്ച്. ഞങ്ങൾ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഐ ആം ഷുവർ ദാറ്റ് വി ഷൽ ഹാവ് എ ഹാപ്പി ടൈം. അവിടെ ഈ ഷാൽ വരുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഷാൽ ഹാവ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞില്ലേ. ബൈ ദ ടൈം ഹി അറൈവ്സ് ഐ ഷാൽ ഹാവ് ഫിനിഷ്ഡ് ഇറ്റ് നമ്മൾ രണ്ടാമത്തെ ഡയലോഗിൽ പറഞ്ഞില്ലേ. അതുപോലെ കുറച്ചുകൂടെ എംഫാറ്റിക് ആയിട്ട് പറയാൻ, ഐ എം ഷുവർ ദാറ്റ് വി ഷൽ ഹാവ് എ ഹാപ്പി ടൈം. നമുക്ക് ഉഗ്രനൊരു സമയമായിരിക്കും, നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് എന്ന്. ആ ഉറപ്പ് ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ ഷാൽ ചേർക്കും. അപ്പൊ ഈ ഡയലോഗ് നമുക്ക് ഒന്നുകൂടെ പറയാം. ടുമോറോ ഇസ് മൈ ബർത്ത്ഡേ. ടുമോറോ ഇസ് മൈ ബർത്ത്ഡേ. മൈ ഫാദർ ഹാസ് പ്രോമിസ്ഡ് ടു ഗിവ് മീ എ പ്രസന്റ്. മൈ ഫാദർ ഹാസ് പ്രോമിസ്ഡ് ടു ഗിവ് മീ എ പ്രസന്റ്. My brother will arrive early in the morning. My brother will arrive early in the morning. I have invited a few friends to lunch. I have invited a few friends to lunch. I am sure that we shall have a happy time. I am sure that we shall have a happy time. ഇപ്പോൾ ഇന്ന് നമ്മൾ കിഡിലൻ 5 ഡയലോഗ്സ് ആണ് പഠിച്ചിട്ടുള്ളത്. ഈ 5 ഡയലോഗ്സിലൂടെ ഇംഗ്ലീഷിലെ ഒരുപാട് കൺഫ്യൂഷൻ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്
പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാതെ എല്ലാം കേട്ട് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ആ മനസ്സിൽ നിന്ന് അതുപോലെ അതങ്ങ് ഒഴുകിപ്പോവും. അതുകൊണ്ട് മനസ്സിലായിട്ട് കാര്യമില്ല, അതവിടെ ആണി അടിച്ച് ഉറപ്പിക്കണം. വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു പ്രാക്ടീസ് ഓൾ ദീസ് 5 ഡയലോഗ്സ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദിസ് വീഡിയോ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ സമയമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ചൊന്ന് എഴുതി അറിയിക്കുക. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയോ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Until then, you take care. Sadguru Isha.